ടൈഗർ ഷറഫ് എന്തൊക്കെ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ എന്തൊക്കെ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടാണ് പണ്ടത്തെ ഈ ഒരു ലുക്കിൽ നിന്ന് ഈ ഒരു ലുക്കിലേക്ക് മാറിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ടൈഗർ ഷറഫ് ബക്കൽ ഫാറ്റ് റിമൂവൽ ചെയ്തിട്ടുണ്ട്. ബക്കൽ ഫാറ്റ് റിമൂവൽ എന്ന് പറഞ്ഞാൽ ലോവർ പോർഷൻ, നമ്മളുടെ ചീക്കിൻ്റെ ലോവർ പോർഷനിൽ നിന്ന് ഫാറ്റ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ ബക്കൽ ഫാറ്റ് റിമൂവൽ എന്ന് പറയുന്നത്. ഈ ഒരു ബക്കൽ ഫാറ്റ് റിമൂവൽ ചെയ്യുമ്പോഴാണ് ഫേസിന് ആ ഒരു നാരോ ഷേപ്പ് കിട്ടുന്നത്. പിന്നെ രണ്ടാമത് ടൈഗർ ഷറഫ് ചെയ്തിരിക്കുന്നത് ജോ കോണ്ടോറിംഗ് ആണ്. ജോ കോണ്ടോറിംഗ് സർജറി ജോ ബോണിനെ റീഷേപ്പ് ചെയ്യാനും ജോ ലൈനിന്റെ അപ്പിയറൻസിനെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത് ടൈഗർ ഷറഫ് ചെയ്തിരിക്കുന്നത് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഫേഷ്യൽ ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. പിന്നെ ടൈഗർ ഷറഫ് ചെയ്തിരിക്കുന്നത് റൈനോപ്ലാസ്റ്റി അല്ലെങ്കിൽ നോസ് സർജറിയാണ് ടൈഗർ ഷറഫ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈഗർ ഷറഫ് ചെയ്തിരിക്കുന്നത് ഫോർഹെഡ് ബോട്ടോക്സ് ആണ്. അതായത് നെറ്റിയുടെ ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ടൈഗർ ഷറഫ് ഫോർഹെഡ് ബോട്ടോക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ എത്ര കോസ്റ്റ് വരും എന്നുള്ളതും കൂടെ അറിയണ്ടേ. ആദ്യം തന്നെ ബക്കൽ ഫാറ്റ് റിമൂവലിന് വരുന്നത് 5 മുതൽ 8 ലക്ഷം രൂപ വരെയാണ്. പിന്നെ ജോ കോണ്ടോറിംഗ് സർജറിക്ക് വരുന്നത് 4 മുതൽ 6 ലക്ഷം രൂപ വരെയാണ്. പിന്നെ ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷന് വരുന്നത് 3 തുടങ്ങി 5 ലക്ഷം രൂപ വരെയും റൈനോപ്ലാസ്റ്റിക്ക് വരുന്നത് 8 മുതൽ 10 ലക്ഷം രൂപ വരെയുമാണ്. ഫൈനലി ഫോർഹെഡ് ബോട്ടോക്സിന് 3 മുതൽ 5 ലക്ഷം രൂപ വരെ കോസ്റ്റ് വരും.